അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പ്രഭാഷകൻ 26:17 വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. മുഖലാവണ്യത്തെ കുറിച്ച് ഞാൻ ഏറെ പറയേണ്ടതില്ല. സമയം എത്ര എന്ന് നോക്കാതെ, പണം എത്ര എന്ന് നിരീക്ഷിക്കാതെ, വിലയിരുത്താതെ, പ്രത്യക്ഷമാകുന്ന ഏത് വേദിയിലും സദസ്സിലും തൻ്റെ മുഖം മറ്റുള്ളവരിൽ നിന്ന് ഏറെ ദീപ്തവും ഏറെ സുഭഗവും ഏറെ ആകർഷകവുമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ പറ്റം ആളുകൾ ഇന്നുണ്ട്. പണ്ട് ഒരു കുടന്ന വെള്ളമെടുത്ത് മുഖം കഴുകി കൈവിരലുകൾ കൊണ്ടൊന്ന് മുടിയൊതുക്കി കാര്യങ്ങൾക്ക് തിരിച്ചിരുന്ന കാരണവന്മാരിൽ നിന്നൊക്കെ കാലം മാറി 25,000, 30,000, 40,000 ലക്ഷക്കണക്കിന് രൂപ വരെ എണ്ണിക്കൊടുത്തിട്ട് മുഖം മാർബിൾ ഇട്ട പോലെ ആക്കിയെടുക്കുന്ന വധൂവരന്മാരുടെ കഥയും നമുക്കറിയാം. ഇവിടെ പ്രഭാഷകൻ പറയുന്നത് വിശുദ്ധമായ തണ്ടിൽ പ്രകാശിച്ചു നിൽക്കുന്ന ദീപം, അത് അനവധി ആളുകൾക്ക്, ആ വഴി പോകുന്നവർക്കും ദൂരെ പോകുന്നവർക്കും ഇവിടെ വെളിച്ചമുണ്ട് എന്ന് പറയാൻ വിശുദ്ധമായ തണ്ടിൽ ഉയർത്തി നിർത്തി കാണാൻ പ്രകാശിച്ചു നിൽക്കുന്ന ദീപം. അനവധി ഉള്ളർത്ഥങ്ങളുണ്ട് അവിടെ. അങ്ങനെയുള്ള ഒരു ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. ഏവർക്കും മുഖദർശനം കൊണ്ട്, അല്ലേ, മുഖദർശനം വഴി ആ വ്യക്തിയെ, ആ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാൻ, സ്വാംശീകരിക്കാൻ, ആ വ്യക്തിയിൽ നിന്നും വരാനിരിക്കുന്ന സുദൃഢവും ബലപൂർണവുമായ വാക്കുകൾ, ആ വ്യക്തിയിൽ നിന്ന് വർത്തമാനത്തിലും ഭാവിയിലും വരുവാനിരിക്കുന്ന ഒരുപാട് നന്മകളുടെ കർമ്മങ്ങൾ മുഖം നോക്കിയാൽ അറിയും. അത്രയും പ്രകാശിതമായ ഈ പറഞ്ഞ സുഭഗമായ ശരീരത്തിലെ മനോഹരമായ മുഖം, ഇതെല്ലാം ഒരു പക്ഷേ ശാരീരികമാണെങ്കിൽ തന്നെ ഒരു ആത്മനിദർശനത്തിന്റെ ചില പൊരുളുകൾ അവിടെ മിന്നിത്തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖമെന്ന് പഴമൊഴിയിലൂടെ കേട്ടിരിക്കുന്ന നമുക്ക് ആത്മാവിലെ ഒരു പക്ഷേ ദർശിതമല്ലാത്തൊരാത്മാവിനുള്ളിൽ നിന്ന് വികിരണം ചെയ്യുന്ന ദീപ്തമായ കിരണങ്ങൾ പതിച്ച ഇടമാണ് മുഖം. പെയിന്റ് അടിച്ച് ഒരു പക്ഷേ വെയിൽ കൊണ്ടാൽ അടർന്നു പോകുന്ന ചില വസ്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മനോഹരമായി പെയിന്റ് അടിച്ച്, പക്ഷെ വെയിൽ കൊണ്ടപ്പോ ആ പെയിന്റ് ഇങ്ങനെ പൊളച്ചു. മനുഷ്യ ജീവിതവും മനുഷ്യമുഖങ്ങളും അങ്ങനെയാകരുത്. ആ ആത്മാവിൽ ജ്വലിക്കുന്ന അനവധി നന്മകളുടെ ഒരു പ്രകാശനമാകട്ടെ മുഖം. ഹല്ലേലൂയ. ആമേൻ.